വി എസിന്റെ വസതിക്ക് മുന്നിലേക്ക് നമുക്ക് പോകാം. അവിടെ രഘുനാഥ് നാരായണൻ ചേരുന്നുണ്ട്. രഘു, നാടിനെ സംബന്ധിച്ചോളം വി എസ് ചേതനയേറ്റ് അവിടേക്ക് എത്തുകയാണ്. അവിടെ ഉള്ള സഖാക്കൾ, അവിടെയുള്ള ജനങ്ങൾ, വി എസിനെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ നമ്മൾ ഈ വഴിത്താരയിൽ കണ്ടതുപോലെയുള്ള ആ ഒരു കാത്തിരിപ്പ് തന്നെയാണോ രഘു? പ്രജീഷ്, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും വീട്ടുപേര് ഇത്രമേൽ പരിചയമുണ്ടാവില്ല. വി എസിനെ പരിചയമുള്ളവർക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വേലിക്കകത്ത് വീട് എന്നുള്ള വീട്ടുപേരും അറിയാം. വി എസിനോടൊപ്പം തന്നെ രാജ്യമാകെ പടർന്ന് പന്തലിച്ച ഒരു പേര് കൂടിയാണ് വേലിക്കകത്ത് വീട്. ഈ വീട്ടിലല്ല വി എസ് ജനിച്ചത്, തൊട്ടപ്പുറത്ത് മാറി ഉള്ളൊരു വീട്ടിലാണ്. പിന്നീട് വി എസ് ഇവിടേക്ക് താമസം മാറുകയായിരുന്നു. സാധാരണ നിലയിൽ വി എസ് ഇവിടെ എത്താറുള്ളത് ഓണം തുടങ്ങിയ ആഘോഷങ്ങൾക്കൊക്കെയാണ്. ഞാൻ ആലപ്പുഴയിൽ മുൻപ് ജോലി ചെയ്തിരുന്ന സമയത്ത് വി എസിൻ്റെ ഒരു ഓണം, ഒരു തിരുവോണ ദിവസം വി എസ് ഈ കാണുന്ന ഈ വീടിനോട് ചേർന്ന് കാണുന്ന നമ്മൾ സിറ്റ് ഔട്ട് എന്നൊക്കെ പറയാവുന്ന സ്ഥലത്തിരിക്കും. അവിടേക്ക് ധാരാളം ആളുകൾ വരും. സാധാരണ നിലയിൽ ആലപ്പുഴയിലൊക്കെ പരിപാടിക്ക് എത്തുമ്പോൾ അദ്ദേഹം ജസ്റ്റ് ഇവിടെ ഒന്ന് കയറി പോകാറാണ് പതിവായിട്ടുള്ള. 4-5 വർഷമായി വി എസ് അവസാനമായി ആലപ്പുഴയിൽ എത്തിയിട്ട് അദ്ദേഹം നെഞ്ചോട് പേരോട് ചേർത്ത അദ്ദേഹത്തിൻ്റെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഏകദേശം ഒരു 10 മണിയെങ്കിലും ആവും. ഈ നിലയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പായിട്ട് എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുള്ളൂ. അദ്ദേഹം ഇവിടേക്ക് അവസാന യാത്രയ്ക്കായി അദ്ദേഹം ഇവിടേക്ക് എത്തും. ധാരാളം ആളുകൾ വി എസിൻ്റെ മരണം അറിഞ്ഞ സമയം മുതൽ ധാരാളം ആളുകൾ, അപ്പോഴൊക്കെ ആലപ്പുഴക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ആലപ്പുഴയ്ക്ക് പുറത്ത് നിന്ന് കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമൊക്കെ ധാരാളം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു 12 മണിയോടുകൂടിയെങ്കിലും ഇവിടേക്ക് എത്തും എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ റോഡിൽ മുഴുവൻ ജനസാഗരമായതുകൊണ്ട് യാത്ര വൈകുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 മണിയോടുകൂടിയൊക്കെ ഇവിടെ എത്തിച്ചേരാനുള്ള സാധ്യതയുള്ള ആളുകളൊക്കെ ഒരു ഉറക്കത്തിന് ഇരുന്നിരുന്ന് ആളുകൾ അങ്ങനെ ഉറങ്ങിപ്പോയൊരു അവസ്ഥയിലാണുള്ളത്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ജില്ലയിലെ കൊയിലാണ്ടി. അതെ. എപ്പോഴും ഇറങ്ങി എവിടെ നിന്ന്? ഇന്നലെ കാലത്ത് 9 മണിക്ക് പുറപ്പെട്ടു, 6 മണിക്ക് ആലപ്പുഴ എത്തി. ഇനി സഖാവിനെ അവസാനമായി ഒരു നോക്ക് കണ്ട ശേഷം മാത്രം തിരിച്ചു പോകാൻ ഉദ്ദേശമുണ്ട്. എത്ര താമസിച്ചാലും കണ്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നു. എവിടുന്നായിട്ടാണ് വരുന്നത്? വൈക്കം. രാവിലെ ഇറങ്ങി? രാവിലെ അല്ല, ഞങ്ങൾ വൈകിട്ടാണ്. എത്ര ആണെങ്കിലും സഖാവിനെ കണ്ടിട്ട് പോകും. പാർട്ടിക്കാരനാണോ? അതെ. എവിടുന്നായിട്ടാണ് വരുന്നത്? മലപ്പുറം. എപ്പോഴാണ് ഇറങ്ങി? എവിടെ നിന്ന്? ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ട്. കണ്ടിട്ടേ പോകും. ഇങ്ങനെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. നമുക്കൊരു ദൃശ്യങ്ങൾ കാണിക്കാനുള്ള ഒരു പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നൊരു 50 മീറ്ററോളമുണ്ട് പ്രധാന റോഡിലേക്ക്. ആ റോഡിൽ നിറയെ മനുഷ്യരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. റോഡിലേക്ക് ഹൈവേയിൽ നിന്നൊരു 500 മീറ്റർ മാടിയാണ് ഈ വീട്. ആ വീട്ടിലേക്ക് വാഹനങ്ങളൊന്നും നിലവിൽ കടത്തിവിടുന്നില്ല. അത്രമേൽ ആളുകൾ ഇവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ സാധാരണ മുൻപ് നിശ്ചയിച്ചിരുന്നത് 9 മണിയോടുകൂടി ഇവിടെ നിന്ന് മൃതദേഹമെടുത്ത് 10 മണിയോടുകൂടി DC എത്തിച്ച് അവിടെ നിന്ന് 11 മണിക്ക് റിക്രിയേഷൻ സെൻറ്ററിലേക്ക് പൊതുദർശനത്തിലേക്ക് മാറ്റാം എന്നുള്ളതായിരുന്നു മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നത്. പക്ഷേ ഇതൊക്കെ വെറും ഒരു നിശ്ചയം മാത്രമായി മാറിക്കൊണ്ട് ആളുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വി എസിൻ്റെ കുടുംബം, ഭാര്യയും മകളും ഒക്കെ ഇന്നലെ 10 മണിയോടുകൂടി ഈ വീട്ടിൽ എത്തിയിരുന്നു. അവർ വീടിന് അകത്താണുള്ളത്.